ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു കാശ്മീരി പുലാവായാലോ. ഇതിൻ്റെ പ്രത്യേകത ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഒക്കെ കൊടുക്കാറുള്ള ഒരു ടേസ്റ്റാണ് നമ്മുടെ കാശ്മീരി പുലാവിൻ്റേത്. പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്നത് ആപ്പിൾ എടുക്കുന്നുണ്ട്, കറുത്ത മുന്തിരി, പച്ചമുന്തിരി, കുരുവില്ലാത്തതാണ്. കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും ആപ്പിൾ, പിന്നെ ഓറഞ്ച് എടുക്കാം, മാതളം എടുക്കാം, പൈനാപ്പിൾ എടുക്കാം, പിന്നെ കശുവണ്ടി, കിസ്മിസ്, പിന്നെ ഈന്തപ്പഴം, ചെറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് എടുക്കാവുന്നതാണ്. ഇനി എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം എടുക്കാം, കുറേശ്ശെ ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഞാനിവിടെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചൂടാക്കി സാജീരകം പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അതിലേക്ക് നിലക്കടല ഇട്ട് കൊടുക്കുവാണേ. ഒരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം മതി. നിലക്കടല ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കിസ്മിസ് കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിലക്കടലയും കശുവണ്ടിയും മൂത്ത് വന്നു, അതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് ആ കിസ്മിസൊക്കെ ഒന്ന് വീർത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മളുടെ ചോറ് ചേർത്ത് കൊടുക്കാം. ബസ്മതി റൈസാണ്, ഇന്ത്യ ഗേറ്റ് വൈറ്റ് സെല്ല റൈസ് ബസ്മതി റൈസാണ്. അത് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 5-6 ഡേറ്റ്സ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഈന്തപ്പഴം അരിഞ്ഞതാണ്, അതുകൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ചോറ് തട്ടിയിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ച് ഊറ്റിയ ചോറാണ് ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച, ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സ് കൂടി ചേർത്ത് ഇളക്കി മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കാശ്മീരി പുലാവ് റെഡി. നമ്മളുടെ ചോറൊക്കെ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മളുടെ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഫ്രൂട്ട്സ് ചേർക്കാം. അപ്പം മല്ലിയില ചേർത്ത് ഇളക്കി ഇനി ആപ്പിളോ മുന്തിരിയോ ഓറഞ്ചോ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് അരിഞ്ഞത് നമുക്ക് ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കാശ്മീരി പുലാവ് ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. അപ്പോൾ എല്ലാം ചേർത്ത് അലങ്കരിച്ച് നന്നായിട്ട് ഇളക്കി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ജസ്റ്റ് മിക്സ് ചെയ്താൽ മാത്രം മതി. ചെറിയൊക്കെയാണെങ്കിൽ എളുപ്പം, ചെറിയൊക്കെയാണെങ്കിൽ ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു പുളി മധുരം എല്ലാം കൂടി ആയതുകൊണ്ടാണ് നല്ലൊരു ടേസ്റ്റാണ്. നെയ്യ് വേണമെങ്കിൽ ഒരല്പം നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.